ചെറുക്കാൻ മിണ്ടില്ല അവിടെ. നിനക്കുള്ള ചോറും കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരണത്. എടാ രാമേന്ദ്ര, നീ അവിടെ ഇല്ലേടാ? നീ ആയിരുന്ന ചുമ്മാ അല്ല ടോമി ഇടന്ന് കൊലച്ചത്. എവിടെ പോയാ നീ? ആശുപത്രി വരെ ഒന്ന് പോയാടാ. മുട്ടുവേദന ഒരു കുറവില്ല. എടാ നിന്റെ മോൻ വിളിക്കാറുണ്ടോ ഗൾഫിൽ നിന്ന്? പിന്നെ അവൻ ഡെയിലി ഈ സമയത്ത് തന്നെ വിളിക്കാറുള്ളത്. ഇന്നിപ്പോ എന്തൊരു പറ്റിയെന്തോ കുറച്ച് താമസിച്ചെന്ന് തോന്നണം. എനിക്ക് കൊണ്ടിടെ രണ്ടെണ്ണം. കണ്ട ചത്താ കൊണ്ടാന്ന് പോലും തിരിഞ്ഞു പോലും നോക്കൂല. പിള്ളേരൊക്കെ ഓരോരോ തിരക്കിലല്ലേടാ. അവരവരെ ജീവിതം ഓടാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ചെറുക്കനാണെന്ന് തോന്നുന്നു ഫോണ്. ചെറുക്കൻ. ഹലോ ഹലോ, അച്ഛാ ടോമിക്ക് ആഹാരം കൊടുത്തായിരുന്ന? മക്കളെ കൊടുത്തടാ, ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. 2 ദിവസം അവനെ കുളിപ്പിച്ചിട്ട് ഇന്നെങ്കിൽ അവനൊന്ന് കുളിപ്പിക്കണേ. കുളിപ്പിക്കാം മക്കളെ, ഇന്നലെ വയ്യായിരുന്നടാ. ഇന്ന് ചോറ് കൊടുത്തിട്ട് ഞാൻ കുളിപ്പിക്കാൻ പോയ തന്നെ. പിന്നെ നാളെ അവന് വാക്സിൻ എടുക്കാനുള്ള ദിവസമാണ്. ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവ ഓട്ടയം കൊണ്ട് വരും. അച്ഛാ അവനോട് കയറി അങ്ങ് പോയാൽ മതി. ശരി, ഞാൻ പോവാം മക്കളെ, പോവാം. അപ്പൊ ശരി, ഞാൻ വയ്ക്കണേ. എടാ മക്കളെ വയ്ക്കില്ലടാ. എടാ പിള്ളേരവിടെ ഉണ്ടാ മക്കളെ? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അവളും പോയി കാണുമല്ലേ? അവളും പോയി. പിന്നെ ശരി എന്നാ. മക്കളെ എടാ നീ എന്ന് മക്കളെ നാട്ടിലോട്ട് വരണത്? അച്ഛൻ എന്തിനാ പറയണ? ചില്ലറ ചെലവാ. ഇവിടെ ഒന്നാമത് നിന്ന് തരിക ഇവിടെ സമയമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പൊ എന്തെടുപ്പേ? പിന്നെ ശരി. ഇത്രയും നേരം സംസാരിച്ചിട്ട് പട്ടിയെ കുളിപ്പിച്ച, പട്ടി വല്ലതും കഴിച്ചോ, പട്ടിയെ കുത്തിവെക്കാൻ കൊണ്ടുപോയോ, ഇതെല്ലാം ചോദിച്ച്. എന്തടാ നിനക്ക് സുഖമാണോ, നീ വല്ലതും കഴിച്ചോ എന്നൊരു വാക്കവൻ ചോദിക്കാത്തത്? നമ്മളെ നല്ല സമയത്ത് നമ്മളെ പിള്ളേർക്ക് വേണ്ടി കിടന്നോടി. ഇപ്പോഴും നമ്മളെ അച്ഛനമ്മമാരെ നമ്മൾ നന്നായിട്ട് നോക്കിയെന്ന് നിനക്കുറപ്പുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ച അവൻ്റെ പിള്ളേരെ ഭാവിക്ക് വേണ്ടി കിടന്നോടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച അത് നടക്കൂ? ചെറുക്കനാണല്ലേ വിളിക്കുന്നത്? മക്കളെ. അല്ല അച്ഛാ, ഞാൻ അടുത്ത മാസം നാട്ടിലോട്ട് വരാനുള്ള വഴികളെല്ലാം നോക്കുന്നുണ്ട്. പിള്ളേരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ മക്കളെ?